നമസ്കാരം. ഞാനിത് ഒരു കാര്യം പറയണമെന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ചുണ്ണാമ്പ് തേക്കുന്ന പ്രവണത ഉണ്ടല്ലോ ഇപ്പോഴും. എന്ന് വെച്ചാൽ മൊബൈൽ നോക്കി നമ്മൾ ഇങ്ങനെ കളയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട വീഡിയോ ഞാൻ ഓരോ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഇന്നലെ കോഴിക്കോട് നടന്ന സംഭവം, അതായത് ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ആത്മഹത്യ ചെയ്ത്. അയാളുടെ വീട്ടിലെ രംഗങ്ങൾ ന്യൂസ് ചാനലിൽ വന്നത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരുന്നു. ഞാൻ നോക്കിക്കൊണ്ടൊന്നും സഹിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പറയുമ്പോഴും എൻ്റെ കൈയൊക്കെ എനിക്ക് രോമങ്ങൾ എനിക്ക് എന്തുപോലെ ആവേണം. ആ അമ്മയുടെ കരച്ചിൽ, ആ അച്ഛൻ്റെ കരച്ചിൽ നിങ്ങൾ കണ്ടു നോക്കണം. എൻ്റെ മുത്തേ മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ മകൻ്റെ ആ വിറങ്ങലിച്ച് കിടക്കുന്ന ശരീരത്തിൽ ഉമ്മ വയ്ക്കുന്നത് സഹിക്കില്ല. മനുഷ്യനാണെങ്കിൽ സഹിക്കില്ല. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണം. എല്ലാവരും കണ്ടു കാണും. എന്തേ ഈ സമൂഹം ഇങ്ങനെ ആയിപ്പോയത്? ഒരു റീച്ച് കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാവണോ? ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. അയാൾ മാന്യമായിട്ട് നിൽക്കുകയാണ് ബസ്സിൽ. ഈ പെൺകുട്ടി വീഡിയോ ക്യാമറയ്ക്കായി വരുമ്പോഴത്തേക്കും അയാൾ നിൽക്കുന്ന കൈയുടെ ഭാഗത്തുള്ള ആ കുട്ടി ഇങ്ങനെ നെഞ്ച് ചേർത്ത് വരികയാണ്. അയാളെ കൊണ്ട് ഉരസുകയാണ്. നിങ്ങൾ നോക്കൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രലോഭനം എന്ന് പറയുന്നത്. സ്വാഭാവികം. ചിലപ്പോൾ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയോ ഇല്ലോ എന്ന് അറിയില്ല. അങ്ങനെ പറയാൻ പാടില്ല, പാപമാണ്, നമുക്കറിയില്ലല്ലോ. എങ്കിലും അങ്ങനെ ഉണ്ടെന്ന് കരുതിക്കോളൂ. ഞാൻ വെറുതെ ഒന്ന് പറയുന്നതാണ്. അങ്ങനെ ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കാരണക്കാരി ആരാണ്? അതിൻ്റെ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാശ് ഉണ്ടാക്കണോ? മറ്റുള്ളവരെ കൊന്നുകൊണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അയാൾ എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന നേരത്തെ അയാളുടെ കൈ ഇങ്ങനെ ആകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് രണ്ട് തരത്തിലാകാം. ഒന്ന്, ഈ ബസ്സിൽ പോലെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, മൂവിങ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അങ്ങനെ അയാൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ബസ്സിൻ്റെ കുലുക്കം കൊണ്ട് അങ്ങനെ ആയതോ ആകാം. അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ പ്രലോഭനത്തിൽ അയാളിങ്ങനെ ചിലപ്പോൾ കൈ ഇങ്ങനെ ആക്കിയതോ ആകാം. എന്തോ ആയിക്കൊള്ളട്ടെ, അയാൾ ഭയങ്കര കുറ്റമൊന്നും അയാൾ ചെയ്തിട്ടില്ല. അയാളെ പ്രലോഭിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഇനി ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മിക്കവാറും ഇറങ്ങി പോകുന്ന കൂട്ടത്തിൽ ബസ്സിൻ്റെ ആട്ടം കൊണ്ട് കൈ ഇങ്ങനെ ആയതായിരിക്കാം. ഈ സുഹൃത്തുക്കൾ, അയാളൊരു മാന്യനാണ്. അയാളുടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അയാളുടെ ഓഫീസിലുള്ള എല്ലാവരും അയാളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതായത് ഇന്ന് വേറൊരു ന്യൂസ് ഞാൻ സോഷ്യൽ മീഡിയാസിൽ കണ്ടു. ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതാണ്. 1 വർഷത്തിന് മുമ്പേ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഇതേ ബസ്സിൽ യാത്ര ചെയ്യവേ, ആ കുട്ടി യാത്ര ചെയ്യവേ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ആ കുട്ടി പറഞ്ഞതാണ്. ആ കുട്ടിക്ക് മാസമുറ സമയമായിരുന്നു. അസഹ്യമായ വേദന കൊണ്ട് ആ കുട്ടി വല്ലാത്ത അസ്വസ്ഥത എന്ന് എങ്ങനെ അറിയാതിരിക്കുക, നമുക്കൊക്കെ ഊഹിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ അമ്മയും സഹോദരിമാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇയാളിരുന്ന സീറ്റിൻ്റെ അടുത്ത് ആ കുട്ടിയെ പിടിച്ചിരുത്തി അയാളോട് പറഞ്ഞ് വേദന, ഇയാളുടെ കയ്യിൽ എന്താ പാരസെറ്റമോൾ ഗുളികയിരുന്നു കൊടുത്തു. എന്നിട്ട് മറ്റു വിഷയങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് എന്നതുപോലെയാണ് അയാൾ പെരുമാറിയത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മാന്യമായിട്ട് എന്നെ കെയർ ചെയ്യുകയായിരുന്നു അയാൾ. ഇന്നിപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ടാണ് ആ കുട്ടി തിരിച്ചറിഞ്ഞത്. അത്രയ്ക്ക് മോശമായ ഒരാളാണെങ്കിൽ അയാൾക്ക് ആ കുട്ടിയോട് അങ്ങനെ പെരുമാറിക്കൂടായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാണിക്കണം, മറ്റുള്ളവനെ കൊന്നുകൊണ്ട്. ആ അമ്മയുടെ കരച്ചിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ കാണാൻ സഹിക്കില്ല. എൻ്റെ മുത്തേ മുത്തേ എന്ന് പറഞ്ഞിട്ട് അയാളുടെ സുഹൃത്ത് കരയുന്നത് കാണണം.
സഹിക്കുന്നില്ല. എന്താ ഇങ്ങനെ മനുഷ്യരിങ്ങനെ ആയി പോകുന്നത്? ഇന്ന് സുപ്രീം കോടതിയിലൊരു അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ടു, തീർച്ചയായിട്ടും ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാമെന്ന്. എവിടെ ഇവിടുത്തെ നിയമങ്ങൾ? എന്തേ ഇത്ര അമാന്തം? കേസെടുക്കാത്തത് എന്തേ? നടപടി എടുക്കണം. ഇതൊന്നും വച്ചു പൊറുപ്പിക്കരുത്. അത് ആര് തെറ്റ് ചെയ്തിരുന്നാലും. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ടു. ഇതിന് ആരും ഉത്തരം പറയും? നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഈ സമൂഹം ഇങ്ങനെ ആയിപ്പോയല്ലോ. എനിക്ക് സുഖം കിട്ടണമെങ്കിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ആകരുത്. ആ കുട്ടി ചെയ്തേക്കുന്ന അതല്ലേ? ആ കുട്ടിയുടെ ഒരു പ്രൊമോഷന് വേണ്ടി, റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ള അയാളെ കുരുതി കൊടുത്തിട്ടല്ലേ സമൂഹം പ്രതികരിക്കണം. നാളെ ഇനി ഇതുപോലൊരു കേസ് ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്. സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ ആ കുട്ടിയെ ഉപദ്രവിക്കണമെന്നല്ല. ഈ ഒരു രീതി ഇനി ആർക്കും ഉണ്ടാകരുത്. അത് മനുഷ്യ മനസാക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം.